ഞാൻ എൻ്റെ കിച്ചൺ ഒന്ന് നല്ലോണം മേക്ക് ഓവർ ചെയ്യാമെന്ന് കരുതി അടിപൊളിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഏതായാലും എൻ്റെ ഒരു വർക്ക് ഏരിയ കുഞ്ഞു വർക്ക് ഏരിയ ആണ് കേട്ടോ. ഈ ഒരു വർക്ക് ഏരിയയിൽ ബ്ലാക്ക് ടൈലാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10 വർഷം മുമ്പേ നമ്മൾ ഉണ്ടാക്കിയ വർക്ക് ഏരിയ ആണ് കേട്ടോ. അന്ന് കിച്ചന് വേറെയും വർക്ക് ഏരിയ വേറെയും ഒക്കെ ആയിട്ടാണല്ലോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആ ഒട്ടിച്ച ഒരു ഒരു വാൾപേപ്പറാണ് കേട്ടോ ഈ ഒരു ടൈലുമേൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഒട്ടിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ ഓർമ്മ വന്നത്. ഏതായാലും ഒരു വീഡിയോ ആക്കി കളയാൻ കരുതി. അപ്പോൾ ഇതാ ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം മുമ്പ് ഞാൻ ഒരു സ്ഥലത്തൊക്കെ ഈ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ചുളിവ് വരാതെ നമുക്ക് അതിൽ ബബിൾസ് ഒന്നും വരാതെ ഒട്ടിക്കാമെന്ന്. അപ്പോൾ ഞാനൊരു സ്പാച്ചില എടുത്തിട്ട് അതിനോട് നല്ലോണം അമർത്തിയാണ് ഈ ഒരു വാൾപേപ്പർ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഏരിയയിൽ എല്ലാ കിച്ചൺ വർക്കും ഞാൻ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനും പിന്നെ അതിൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ലോണം വേഗം എളുപ്പത്തിലാണ്. അപ്പം നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ചെറിയ കിച്ചണിൽ പണിയെടുത്താൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കലൊക്കെ നടക്കും. അപ്പം നമ്മളിതാ വാൾപേപ്പർ ഇവിടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ തന്നെ എനിക്ക് ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വല്ലാതെ ഒട്ടിച്ച് മെല്ലെ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴുള്ളൊരു കാഴ്ച. അപ്പോൾ ഇതിൻ്റെ നേരെ മുകളിൽ വൈറ്റ് ടൈലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അതിന് മാച്ചായിട്ടുള്ളൊരു വാൾപേപ്പറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല മാച്ചുണ്ട്, പിന്നെ നല്ലൊരു വെളിച്ചമുണ്ട്. നമുക്ക് കണ്ണിനൊക്കെ ബ്ലാക്കിലേക്ക് തന്നെ നോക്കി ഒരു കുറേ മടുപ്പ് തോന്നി എന്താണ് കേട്ടോ ഞാൻ ഈ ഒരു വാൾപേപ്പർ ഒട്ടിക്കാന്നുള്ള തീരുമാനം ഉണ്ടായത്. വേണ്ടോ അത്യാവശ്യം സൗകര്യമൊക്കെ നമ്മളെ ഈ ഒരു വർക്ക് ഏരിയയിൽ തന്നെ ഉണ്ട്. ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വർക്ക് ഏരിയ ഒക്കെ ഇങ്ങനെ പിന്നെ വീണ്ടും നമുക്കൊരു പുതിയതുപോലെയൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വാൾപേപ്പറൊക്കെ സെലക്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കുറേ മുമ്പ് നമുക്ക് കിച്ചണ് വേറെയും അതുപോലെ വർക്ക് ഏരിയ വേറെയൊക്കെ ആയിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആണല്ലോ ഓപ്പൺ ആയിട്ട് വലിയ കിച്ചണൊക്കെ ഉണ്ടായി തുടങ്ങിയത് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഒരു റിനോവേഷനൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിതൊക്കെ ഒന്ന് മാറ്റി പണിയുക. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, ഇതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും മാറ്റി ഒട്ടിക്കാം, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും കണ്ടോ. എല്ലാ കാര്യങ്ങളും എൻ്റെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പണിയെടുക്കണത്. ഇപ്പം ഞാൻ ഈ പുകയില്ലാത്ത അടുപ്പിൽ കത്തിക്കാറില്ല കേട്ടോ. പുറത്ത് വേറൊരു അടുപ്പ് വെച്ചിട്ട് അവിടെയാണ് അത്യാവശ്യത്തിനൊക്കെ കത്തിക്കൽ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലൊക്കെ ആർക്കെങ്കിലും ഒന്ന് മേക്ക് ഓവർ ചെയ്യണം, നമ്മുടെ കിച്ചണൊക്കെ അടിപൊളിയാക്കണം എന്നുള്ളവരൊക്കെ ഇതുപോലെ ചെയ്തു നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.